ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. മൊഡ്യൂൾ 8 ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവസാന ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അതിൽ ടോപ്പിക് എന്ന് പറയുന്നത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് NCF 2005 KCF 2007 അപ്പം NCF നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഏതാണ്ട് അതിന് 4ാമത്തെ കരിക്കുലം ഫ്രെയിംവർക്കാണ്. അതിന് മുമ്പ് 1975-ലും 1988-ലും 2000-ലും കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ഓൾ ഓവർ ദ ഇന്ത്യയിൽ കുട്ടികൾ പഠിക്കേണ്ട പാഠ്യപദ്ധതി പ്രൈമറി സെക്കൻഡറി ഹയർ സെക്കൻഡറി മേഖലകളിൽ പഠിക്കേണ്ട പാഠ്യപദ്ധതിയുടെ കണ്ടൻറ്റ്, അതിൻ്റെ മെത്തഡോളജി, പെഡഗോഗി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു ജനറൽ സബ്ജക്റ്റിൽ പഠിപ്പിക്കേണ്ട രീതികളെക്കുറിച്ചൊക്കെ ജനറൽ ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് NCFകൾ പുറപ്പെടുവിക്കാറുള്ളത്. ഇത് തീർച്ചയായിട്ടും NCERTയുടെ മേൽനോട്ടത്തിലാണ് ഈ ഒരു പ്രോസസ് നടക്കാറുള്ളത്. അപ്പോൾ ഇത് സിലബസിനെക്കുറിച്ച്, ടെക്സ്റ്റ് ബുക്കിനെക്കുറിച്ച്, ടീച്ചിങ് പ്രാക്ടീസിനെക്കുറിച്ച്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ഗൈഡ് ലൈനാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ പറയുന്ന NCF പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ലേണിംഗ് വിത്തൗട്ട് ബർഡൻ എന്ന് പറയുന്ന നമ്മുടെ പഴയ NEP 1986 തൊട്ട് ഇങ്ങോട്ട് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിന് തന്നെ ചുവടുപിടിച്ച് തന്നെയാണ് NCF 2005 ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. NCF ഡെവലപ്പ് ചെയ്തതിന് ശേഷം അത് 22 ഭാഷയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുകയുണ്ടായി, അല്ലെങ്കിൽ അതിനെ പരിഭാഷപ്പെടുത്തുകയുണ്ടായി. അതിൻ്റെ ഒരു സ്വാധീനം, അതായത് ആ ഓരോ സ്റ്റേറ്റുകളിലെയും പഠന മേഖലകളിൽ അതിൻ്റെ സ്വാധീനം, ഇതിന് 17 സംസ്ഥാനങ്ങളോളം അതിൻ്റെ ഒരു സ്വാധീനത്തിൽ കരിക്കുലത്തിൽ കൃത്യമായ ചുവടുമാറ്റങ്ങൾ വരുത്തുകയുണ്ടായി. അതിന് വേണ്ടിയിട്ട് NCERT ഓരോ സ്റ്റേറ്റിനും ഇതിൻ്റെ ഒരു ട്രാൻസ്ലേഷനും അതിനാവശ്യമുള്ള കരിക്കുലം റിഫോംസിന് വേണ്ടി 10 ലക്ഷം രൂപ ഒരു ഗ്രാൻഡായിട്ട് അനുവദിക്കുകയുണ്ടായി. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിലബസിനെ പരിഷ്കരിച്ചെടുക്കുക എന്ന അർത്ഥത്തിൽ. കാരണം എന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ഈ NCFന് ചുവടുപിടിച്ചാവണം ഓരോ സ്റ്റേറ്റിലെയും കരിക്കുലം ഫ്രെയിംവർക്കുകൾ ഉണ്ടാവേണ്ടത് എന്ന അർത്ഥത്തിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും SCERTയുടെ ഡയറ്റുകളുടെയൊക്കെ നിർദ്ദേശങ്ങളെ പരിഗണിച്ചുകൊണ്ട് 2005 NCERT തയ്യാറാക്കിയ ഒരു ഡോക്യുമെൻ്റാണ്, കരിക്കുലം ഫ്രെയിംവർക്കാണ് NCF 2005 എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ എന്നോട് പറഞ്ഞു ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ, അതായത് ഒരു ജോയ്ഫുൾ എക്സ്പീരിയൻസ് ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ടെക്സ്റ്റ് ബുക്കുകളിലും അതിനകത്ത് എക്സാമിനേഷനൊക്കെ ഓവർ സ്ട്രെസ്ഡ് ആയിട്ടുള്ള രീതിയിൽ വരാതെ, മറിച്ച് എന്താ പറയുക, ഒരു ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഭാരമില്ലാത്ത പഠനം, ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാനാണ് ഈ ഒരു NCFന് ശ്രമിച്ചിരിക്കുന്നത്. കുട്ടികളുടെ ഒരു സെൽഫ് റിലയൻസ് ആണെങ്കിലും, സെൽഫ് ഡിഗ്നിറ്റി ആണെങ്കിലും, ഇൻഡിവിജ്വാലിറ്റി ആണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻഷിപ്സ് ആണെങ്കിലും ഒക്കെ എന്താ പറയുക, ഡെവലപ്പ് ചെയ്യുക എന്നൊരു അൾട്ടിമേറ്റ് എയിം ഇതിനുണ്ടായിരുന്നു. ഒപ്പം തന്നെ 14 വയസ്സ് വരെയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുകയും അവരുടെ റിട്ടൻഷൻ ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ള ഇഷ്യൂ ഇതിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ഏകത്വം, അതുപോലെ ജനാധിപത്യം പോലുള്ള കാര്യങ്ങളെക്കുറിച്ച്, അത്തരം ഒരു കാര്യങ്ങളെക്കുറിച്ച് കാഴ്ചപ്പാട് ഡെവലപ്പ് ചെയ്യുക. അതുപോലെ എന്താണ്, ഈക്വാലിറ്റി, ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി, ഇതായിരിക്കണം എന്താണ് നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ്റെ ഒരു എന്താ പറയുക ബേസായിട്ട് ഈ NCF മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അങ്ങനെ എന്താ പറയുക, ഒരു സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ്റെ കാലഘട്ടത്തിൽ കാസ്റ്റിനോ ക്രീഡിനോ റിലീജിയനോ സെക്സിനോ ഒക്കെ ഉപരിയായിട്ട് എല്ലാവരെയും അഡ്രസ്സ് ചെയ്യുന്ന, എന്താ പറയുക, സോഷ്യൽ കോണ്ടെക്സ്റ്റുകളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കരിക്കുലം ഫ്രെയിംവർക്കാണ് ഉണ്ടായത്. പ്രധാനമായിട്ട് ഞാൻ ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ 2005 കരിക്കുലം ഫ്രെയിംവർക്ക് 4th കരിക്കുലം ഫ്രെയിംവർക്കായിരുന്നു എന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് NCERT ആണ് എന്ന് പ്രിപ്പയർ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്ന് പറയുന്ന പോളിസി തന്നെയാണ് ഇത് ഫോളോ ചെയ്തിരിക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിന് വേറെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിപ്പം NEP 2020 നിലവിൽ വന്നതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ സ്പെഷ്യൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കൂടുതൽ കണ്ടന്റ് ചോദിക്കാനാണ് സാധ്യത. ഇപ്പോൾ NCFും KCF ഒക്കെ ഔട്ട്ഡേറ്റഡ് ആണ്. ഇനിയിപ്പോൾ സിലബസിൽ ഉള്ളതുകൊണ്ട് ചോദിക്കില്ലെന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ തന്നെയും NEP ഡെവലപ്പ് വന്നതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരുപാട് നല്ല നല്ല ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യത കുറവാണെന്നാണ് എൻ്റെ ഒരു അസംഷൻ. നമുക്ക് എന്തെങ്കിലും കരിക്കുലത്തിൽ ഉള്ളത് കൊണ്ട് സിലബസ് ഉണ്ടോ പഠിച്ചല്ലേ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് വിശദമായി നമ്മൾ HSA ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ലേണിങ്ങുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ NCF ലാംഗ്വേജ് എന്ത് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ
നമുക്കറിയാം 3 ലാംഗ്വേജ് ഫോർമുലയാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹോം ലാംഗ്വേജ് ആയിരിക്കണം, നേറ്റീവ് അല്ലെങ്കിൽ കുട്ടിയുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന എന്താ പറയുക നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഹോം ലാംഗ്വേജ് ആയിരിക്കണം എന്താണ് കമ്മ്യൂണിക്കേഷൻ മീഡിയമായി ഉപയോഗിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് ആര് പറഞ്ഞു വെക്കുന്നു? NCF 2005 പറഞ്ഞു വെക്കുന്നു. നേറ്റീവ് ലാംഗ്വേജ്, ഫസ്റ്റ് ലാംഗ്വേജ് ഒന്നല്ല, അല്ലെങ്കിൽ മദർ ടങ് എന്നല്ല പറയുന്നത്, ഹോം ലാംഗ്വേജ് എന്ന ടേമാണ് കൃത്യമായിട്ട് NCF ഉപയോഗിച്ചിരിക്കുന്നത് പ്രത്യേകമായി ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ഇനി നമുക്കറിയാം എന്താ പറയുക, അതുപോലെ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ലാംഗ്വേജ് മദർ ടങ് ആണ് ഫസ്റ്റ് ലാംഗ്വേജിലെ ഹോം ലാംഗ്വേജ്. സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഹിന്ദിയും അതുപോലെ തന്നെ എന്താ പറയുക തേർഡ് ലാംഗ്വേജ് ആയിട്ട് ഒരു ഇംഗ്ലീഷും എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുക. അതൊരു 3 ലാംഗ്വേജ് ഫോർമുല അങ്ങനെ തന്നെ പറയുക. ഇനി ഹിന്ദി സംസാരിക്കുന്ന സ്റ്റേറ്റുകളിലാണെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താ പറയുക ഹിന്ദിയും, സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷും, മൂന്നാമത്തെ ഭാഷയായിട്ട് ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ട എന്താ പറയുക പുതിയ ഭാഷ അല്ലെങ്കിൽ എന്താ പറയുക പറഞ്ഞ ആ ഒരു വേർഡെന്ന് പറയുന്നത് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംസ്കൃതം പോലുള്ള സംസ്കൃതം പോലല്ല, നമ്മൾ പല ഔട്ട്ഡേറ്റഡ് ഭാഷകളുമുണ്ട്, റീജിയണൽ ലാംഗ്വേജസ് ഉണ്ട്. അതൊന്നുമല്ല, ഇന്ത്യൻ മോഡേൺ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ എന്താ പറയുക NCERT അംഗീകരിച്ച ഭാഷാ ലിസ്റ്റുകളിൽ നിന്ന് വേണം എന്ത് ചെയ്യാനായിട്ട് ആ മൂന്നാമത്തെ ഭാഷ സെലക്ട് ചെയ്യപ്പെടേണ്ടത്. അപ്പം 3 ലാംഗ്വേജ് ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് ഒരു റീജിയണൽ ലാംഗ്വേജ് ഇംഗ്ലീഷ്, ദെൻ നാഷണൽ ലാംഗ്വേജ് എന്ന ഫോർമുല തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഹിന്ദി സംസാരിക്കുന്ന സ്റ്റേറ്റുകളിൽ എന്താണ് റീജിയണൽ ലാംഗ്വേജും ഹിന്ദിക്കും ഒപ്പം പഠിക്കേണ്ട ഭാഷ എന്ന് പറയുന്നത് ഈ പറഞ്ഞത് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് ആണ് പഠിക്കേണ്ടത് എന്നാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇതിനകത്ത് നോട്ട്സിനകത്ത് മാത്തമാറ്റിക്സിൻ്റെയും മറ്റ് കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ സോഷ്യൽ സയൻസ്, ആർട്ട് എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ തുടങ്ങിയവയുടെയൊക്കെ പോയിൻറ്റ്സുകൾ പറയുന്നുണ്ട്. പക്ഷേ അതത്ര വലിയ എന്താ പറയുക പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ബന്ധപ്പെട്ട് ഹോം ലാംഗ്വേജുകളും 3 ലാംഗ്വേജ് ഫോർമുല ശ്രദ്ധിക്കാൻ കൂടുതലായിട്ടുള്ളത്. പിന്നെ തീർച്ചയായിട്ടും എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷനും ഫിസിക്കൽ എഡ്യൂക്കേഷനും ആർട്ട് എഡ്യൂക്കേഷനും അതുപോലെ സമാധാനം, സ്റ്റഡി ഓഫ് പീസ് അല്ല ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ പറഞ്ഞ ടീമുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് NCF അതിൻ്റെ ഒരു വിഷൻ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലൊരു പീസ് ഓറിയൻറ്റഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങും പീസിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഡെമോക്രസി പ്രാധാന്യം മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടികളെ വളർത്തിയെടുക്കുന്ന രീതിയിൽ കരിക്കുലം ഡിസൈൻ ചെയ്യാനായിട്ട് NCF ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക വർക്ക് എഡ്യൂക്കേഷൻ ഇൻ്റഗ്രൽ കോമ്പോണൻ്റ് ഓഫ് സ്കൂൾ കരിക്കുലം ആക്കണമെന്ന് പറയുക. പ്രായോഗിക വിദ്യാഭ്യാസം അല്ലെ വർക്ക് എഡ്യൂക്കേഷൻ, പ്രവൃത്തി വിദ്യാഭ്യാസം എന്ന് പറയുന്ന വർക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താ പറയുക കൃത്യമായിട്ട് നമുക്ക് SUPW പോലുള്ള അല്ലെങ്കിൽ ക്രാഫ്റ്റ് എഡ്യൂക്കേഷൻ പോലുള്ള വർക്ക് എക്സ്പീരിയൻസ് പോലുള്ള സംവിധാനങ്ങളിലൂടെ കൃത്യമായി ഇൻ്റഗ്രൽ പാർട്ടായിട്ട് മാറ്റണമെന്ന് കൃത്യമായിട്ട് ആര് പറയുന്നുണ്ട്? NCF 2005 പറയുന്നുണ്ട്. കുട്ടിയുടെ വെറൈറ്റി ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സർവീസ് ഓറിയൻറ്റഡ് ആക്ടിവിറ്റീസ് എന്തിനാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും വാല്യൂസും ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട്, ഡിഫറെൻറ്റ് കോമ്പറ്റൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു രീതിയിൽ വർക്ക് എഡ്യൂക്കേഷൻ ഒരു ഇൻ്റഗ്രൽ പാർട്ടായിട്ട് സിലബസിൻ്റെ ഭാഗമാക്കണമെന്ന് NCF 2005 ആവശ്യപ്പെടുന്നുണ്ട്. ഇനി അഡക്വേറ്റ് ലൈറ്റ് ഫിസിക്കൽ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് സ്കൂളിൻ്റെ ഫിസിക്കൽ ഫെസിലിറ്റീസ്, അഡക്വേറ്റ് ലൈറ്റ്, വെന്റിലേഷൻ, അഡക്വേറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ, കൃത്യമായ സ്റ്റുഡൻറ്റ് ടീച്ചർ റേഷ്യോ, ഹൈജീൻ, സേഫ് എൻവയോൺമെൻറ്റ് തുടങ്ങിയവയൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഇക്വാലിറ്റി, ജസ്റ്റിസ്, റെസ്പെക്ട്, ഡിഗ്നിറ്റി, റൈറ്റ് ഓഫ് ദ സ്റ്റുഡൻസ് തുടങ്ങിയവയൊക്കെ കൃത്യമായി പാലിക്കപ്പെടണമെന്നും ആര് പറയുന്നുണ്ട്? NCF 2005 പറയുന്നുണ്ട്. നമുക്കത് വലിയ പ്രശ്നമായി തോന്നത്തില്ലെങ്കിലും നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ ഇപ്പോഴും പല സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ നടക്കുന്ന കാലഘട്ടമായതുകൊണ്ട് തന്നെ 2005 ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾക്കും ഇത്തരം നിർദ്ദേശങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകം പറയുന്നുണ്ട് മാർജിനൈസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ കമ്മ്യൂണിറ്റീസിന് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണമെന്ന് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. അതുപോലെ എക്യുപ്ഡ് ലാബോറട്ടറി, എക്യുപ്ഡ് ലൈബ്രറീസ് ആൻഡ് ടെക്നോളജി ഡിവൈസസിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക ആ രീതിയിൽ എൻറിച്ച്ഡ് ആയിക്കണം ഒരു സ്കൂളിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി എന്ന് കൃത്യമായിട്ട് NCF പറയുന്നുണ്ട്.
ഇനി വളരെ വളരെ സിസ്റ്റമാറ്റിക്കുള്ള ഒരു എന്താ പറയുക, അല്ലെങ്കിൽ എന്താ പറയുക, അടിസ്ഥാനപരമായ ചില മാറ്റങ്ങൾ വന്നേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ലേണർ സെൻറ്റേഡ് കരിക്കുലമാണ്. ഒരു ഫ്ലെക്സിബിൾ പ്രോസസ്സിലൂടെ ലേൺ വിത്തൗട്ട് ബേർഡൻ എന്ന കോൺസെപ്റ്റിനെ ഫോസ്റ്റർ ചെയ്യാനായിട്ട് ലേണർ സെൻറ്റർ, അതായത് എന്താണ് ചൈൽഡ് സെൻറ്റേഡ് ആയിട്ടുള്ള കരിക്കുലമാണ് ആര് മുന്നോട്ട് വെക്കുന്നത്, NCF വെക്കുന്നത്. നമ്മൾ കൺസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുള്ള പോലെ ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുന്ന ആരാണ്, NCF 2005 ആണ്. ടീച്ചർ പ്ലേസ് എ റോൾ ഓഫ് എ ഫെസിലിറ്റേറ്റർ എന്നാണ് അതിന് പ്രത്യേകം പറയുന്നത്. എൻകറേജ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാനായിട്ട്, കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റേറ്ററായിട്ടാണ് ആരെ കൺസിഡർ ചെയ്യുന്നത്, ടീച്ചറിനെ കൺസിഡറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൾട്ടി ഡിസിപ്ലിനറി കരിക്കുലം, അതുപോലെ എന്താ പറയുക, മൾട്ടിപ്പിൾ ആയിട്ടുള്ള എക്സ്പോഷേഴ്സ് കുട്ടികൾക്ക് കൊടുക്കുക എന്നൊക്കെ ലക്ഷ്യമൊക്കെ കൃത്യമായി വെക്കുന്നുണ്ട്. സിസ്റ്റമിക് റിഫോംസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, തീർച്ചയായിട്ടും എന്താ പറയുക, ഒരു ലേണർ സെൻറ്റേർഡ് കരിക്കുലവും ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ, ഈ 2 പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതുപോലെ വർക്ക് എഡ്യൂക്കേഷൻ ഇൻ്റഗ്രേറ്റഡ് പാർട്ടായിട്ട് മാറ്റുക. അഡക്വേറ്റ് ലൈറ്റ്, അഡക്വേറ്റ് വെന്റിലേഷൻ, അഡക്വേറ്റ് ഫിസിക്കൽ ബിൽഡിങ്സ്, അഡക്വേറ്റ് ലബോറട്ടറി, അഡക്വേറ്റ് ലൈബ്രറി തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ ലാംഗ്വേജിലേക്ക് വരുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഹോം ലാംഗ്വേജ് തന്നെ ആയിരിക്കണം എന്ന് കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് NCF നിർവചിക്കുന്നുണ്ട്. ഒപ്പം തന്നെ 3 ലാംഗ്വേജ് ഫോർമുല ഫോളോ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ബേസിക് അസംഷൻ ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്ന് പറയുന്നുണ്ട്. ദ 4th കരിക്കുലം ഫ്രെയിം ഒക്കെയാണ് അത് ആരാ പ്രിപ്പയർ ചെയ്യുന്നത്, NCERT ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത്രയാണ് നമ്മൾ NCF 2005 കുറിച്ച് കൃത്യമായി പറയുന്നത്. അപ്പം ഞാൻ ഈ എടുത്ത് പറഞ്ഞ പോയിന്റുകൾ വേണം നിങ്ങൾ ലെക്ചർ നോട്ട്സായിട്ട് മാറേണ്ടത്. ഞാൻ നേരത്തെ പറയുന്നതാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ നോട്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾ നാളെ HSA പരീക്ഷ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് റെഫറൻസ് വേണം, കുറച്ച് വിശദമായി വായിക്കണമെന്ന് തോന്നിയാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ വേണം നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾക്കൊരു എന്താ പറയുക, നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ എളുപ്പത്തിൽ നമുക്ക് വേണ്ട ലെക്ചർ നോട്ട്സിലേക്ക് മാറ്റാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഓർത്തിരിക്കുക, NCF 2007 4th കരിക്കുലം ഫ്രെയിം വർക്ക് ആണെന്നുള്ള ആദ്യത്തെ പോയിന്റ്. 2 എന്താണ് പറയുന്നത്, ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്ന പോയിൻ്റാണ് പ്രധാനമായിട്ട് അത് ഫോളോ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. 3 NCERT ആണ് ഇത് കൃത്യമായി നിർവചിക്കപ്പെട്ടത്. പിന്നെ തന്നെ 17 ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു, 22 ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. 17 സ്റ്റേറ്റുകൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടു. NCERT 10 lakh ഗ്രാൻഡ് കൊടുത്തു. എന്തിനാണ്, ഇതിന് കരിക്കുലം ഫ്രെയിം വർക്ക് മറ്റ് ആ സ്റ്റേറ്റുകളിലേക്ക് ഇംപ്ലൈ ചെയ്യാൻ വേണ്ടി ഗ്രാൻഡ് കൊടുത്തു. ഇനി ലാംഗ്വേജ് കരിക്കുലത്തിൽ വരികയാണെങ്കിൽ ഹോം ലാംഗ്വേജിലായിരിക്കണം കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് ആര് പറയുന്നുണ്ട്, NCF 2005 പറയുന്നുണ്ട്. 3 ലാംഗ്വേജ് ഫോർമുല ഫോളോ ചെയ്യണമെന്ന് കൃത്യമായിട്ട് NCF 2005 പറയുന്നുണ്ട്. വർക്ക് എഡ്യൂക്കേഷൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ സിലബസ് ആക്കി മാറ്റണമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഒപ്പം തന്നെ കൃത്യമായി പറയുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് സിസ്റ്റമിക് റിഫോം എന്ന് പറയുന്ന രീതിയിൽ വന്നിരിക്കുന്ന ലേണർ സെൻറ്റേർഡ് കരിക്കുലം, ചൈൽഡ് സെൻറ്റേർഡ് കരിക്കുലമാണ് ആര് മുന്നോട്ട് വെക്കുന്നത്, NCF 2005 മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ ഉണ്ടാകുന്ന മറ്റു പ്രധാനപ്പെട്ട മാറ്റം ടീച്ചറുടെ റോള് ഫെസിലിറ്റേറ്റർ എന്ന രീതിയിലേക്ക് മാറുന്നു. ഇത്രയും കാര്യങ്ങൾ ആരുടെ സംഭാവനയാണ്, NCF 2005 സംഭാവനയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, NCERT 10 lakhs ഗ്രാൻഡ് ആർക്ക് കൊടുത്തു, ഓരോ സ്റ്റേറ്റിനും കൊടുത്തു. എന്തിനാണ്, NCFനെ ചുവട് പിടിച്ച് NCFനെ അധികരിച്ചുകൊണ്ട് ഓരോ സ്റ്റേറ്റിലെയും കരിക്കുലംസ് റിഫോം ചെയ്യാനായിട്ട്. അങ്ങനെ ഉണ്ടായ ഒരു കരിക്കുലം ഫ്രെയിം വർക്കാണ് കേരള കരിക്കുലം ഫ്രെയിം വർക്ക് 2007 എന്ന് പറയുന്നത്. കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2007 അറിയപ്പെടുന്നത് എന്താണ്, നമുക്ക് 96-97 കാലത്ത് ആരംഭിച്ച ചൈൽഡ് സെൻറ്റേർഡ് കരിക്കുലം നമ്മളിവിടെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന DPP എന്നൊക്കെ പറയുന്ന പോലെ പലതരത്തിലുള്ള സംവിധാനത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് എന്താ പറയുക ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഞാൻ മലയാളത്തിൽ നോട്ട്സ് കൊടുത്തില്ലെങ്കിലും ടേംസ് കൂടെ പറഞ്ഞുതരാം. അതിനകത്ത് എന്താ പറയുക, ഉദ്ഗതിത സമീപനം ശ്രദ്ധിക്കുക. KCF പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട സമീപനങ്ങൾ ഏതൊക്കെയാണ്, ഉദ്ഗതിതം, ഇൻറ്റഗ്രേറ്റഡ് സമീപനം, ഇൻറ്റഗ്രേറ്റഡ് സമീപനം, ബഹുമുഖമായ ബുദ്ധി വികാസം, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, കൺസ്ട്രക്റ്റീവ്സ് തുടങ്ങിയ സമീപനങ്ങളൊക്കെ എന്താണ് തീർച്ചയായിട്ടും നമ്മുടെ കരിക്കുലത്തിലേക്ക് കടന്നു വരുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗമായിട്ടാണ്. KCF 2007 ഭാഗമായിട്ടാണ് ഇൻ്റഗ്രേഷൻ, കോൺസെപ്റ്റ് ഫോർമേഷൻസ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, കൺസ്ട്രക്റ്റീവ്സും ഒക്കെ നമ്മുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായി മാറുന്നത് KCF 2007 ഭാഗമായിട്ടാണ്. അങ്ങനെ അതിനകത്ത് ഒരു 8 പ്രധാനപ്പെട്ട മേഖലകൾ അത് അവിടെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്, പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്യേണ്ട മേഖലകളായിട്ട് KCF സെലക്ട് ചെയ്യപ്പെട്ടത് 8 മേഖലകളാണ്.
വിശ്വമാനവൻ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സിറ്റിസൺ എന്ന കാഴ്ചപ്പാട് രൂപപ്പെടാത്ത അവസ്ഥ. അതായത് ഈ കാലഘട്ടത്തിൽ എന്താ പറയുക, വിശ്വമാനവൻ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന കോൺസെപ്റ്റ് NCF പറഞ്ഞപ്പോൾ ഇൻ്റർനാഷണൽ സിറ്റിസൺ എന്ന കോൺസെപ്റ്റ് ഇവിടെ രൂപപ്പെടുന്നില്ലെന്ന അവസ്ഥ അഡ്രസ്സ് ചെയ്യണം. എന്ത് KCF അഡ്രസ്സ് ചെയ്യണമെന്ന് തീരുമാനിക്കപ്പെട്ടു. എന്നാൽ അധ്വാനശേഷി വികാസത്തിൻ്റെ അഭാവം ഇവിടുന്ന് വരുന്നതാണ്. വർക്ക് എഡ്യൂക്കേഷൻ പ്രാധാന്യത്തിന് വരുന്നതാണ് അധ്വാനശേഷി വികാസത്തിൻ്റെ അഭാവം ഉണ്ടാകുന്നു. അതായത് നമ്മൾ പറഞ്ഞല്ലോ, എന്താ പറയുക, ഒരു ഫിസിക്കലായിട്ടുള്ള എഫേർട്ട് എടുക്കുന്ന ആ ഒരു കാര്യത്തിന് കൊടുക്കുന്ന ഒരു അപ്രധാനം കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു വൈറ്റ് കോളർ ജോബ്സിലേക്ക് മാത്രം പോകുന്ന ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ കായികമായ ശേഷികളെ ചുമതലപ്പെടുത്തുന്ന ജോലികൾക്കുണ്ടാവുന്ന ഒരു സൈഡ് ലൈൻസ് അത് അഡ്രസ്സ് ചെയ്യപ്പെടാൻ തീരുമാനിച്ചു. അടുത്തെന്താണ്, സ്വതന്ത്രമായ വികാസത്തെക്കുറിച്ചും സാംസ്കാരിക തനിമയെക്കുറിച്ചുമുള്ള ധാരണക്കുറവ്, നമ്മുടെ കൾച്ചറൽ ഹെറിറ്റേജിനെ കുറിച്ച്, അതുപോലെ സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള നമ്മുടെ ഒരു സോഷ്യൽ ഒരു സിസ്റ്റത്തെക്കുറിച്ചുള്ള ധാരണക്കുറവ്. പിന്നെന്താണ്, കൃഷിയുടെ അപ്രധാനമായ അവസ്ഥ, കൃഷി ഒരു കൾച്ചറായിട്ട് നമ്മുടെ സമൂഹ ജീവിതത്തിൻ്റെ ഭാഗമായി കാണാത്ത ഒരവസ്ഥ. അതുപോലെ എന്താണ്, ശാസ്ത്രീയമായ ആരോഗ്യം, സയൻറ്റിഫിക് ഹെൽത്ത് കൺസേൺ അത് ഇല്ലാത്തതിൻ്റെ ഒരു അഭാവം. അതുപോലെ എന്താ പറയുക, സൈഡ് ലൈൻ ചെയ്യപ്പെട്ട മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോടുള്ള പരിഗണന ഇല്ലായ്മ. അതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള എന്താ പറയുക, വാട്ടർ മാനേജ്മെൻറ്റ്, ലാൻഡ് മാനേജ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അഭാവം തുടങ്ങിയ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എട്ടാമത്തത് എന്താണ്, ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ്റെയും അതുപോലെ അർബനൈസേഷൻ്റെയൊക്കെ ഒരു അഭാവം തുടങ്ങി 8 കാര്യങ്ങളാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, നമ്മളീ പറയുന്ന ഈ KCF എന്ന് പറയുന്ന നമ്മുടെ കേരള കരിക്കുലം ഫ്രെയിംവർക്ക് 2007 എന്ത് ചെയ്തത്, അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ എന്താണ്, വിശ്വമാനവൻ എന്നുള്ള കാഴ്ചപ്പാട്, അത് ഇൻ്റർനാഷണൽ സിറ്റിസൺ എന്ന കാഴ്ചപ്പാട്, അധ്വാനശേഷി എന്ന വികാസത്തിൻ്റെ അഭാവം, കൾച്ചറൽ ഹെറിറ്റേജിനെ കുറിച്ച് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഫ്രീ തിങ്കിങ്ങിൻ്റെ ഒരു ധാരണക്കുറവ്, കൃഷി എന്ന് പറയുന്ന അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട്, ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് മാറാത്തതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച്, സയൻറ്റിഫിക് ആയിട്ട് ഹെൽത്ത് കൺസേൺസ് ആയിട്ടുള്ള ആ രീതിയിലുള്ള പുതിയ ആരോഗ്യ കാഴ്ചപ്പാടിൻ്റെ കുറവിനെക്കുറിച്ച്, അതുപോലെ തന്നെ എന്താ മാർജിനൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കുണ്ടാകുന്ന അവരുടെ ഒരു അനുഭവമില്ലായ്മയെക്കുറിച്ച്, ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള വേസ്റ്റ് ആൻഡ് ലാൻഡ് മാനേജ്മെൻറ്റ് അഭാവത്തെക്കുറിച്ച്, അതുപോലെ എന്താണ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്താണ് ഒരു ഇൻഡസ്ട്രിയലൈസേഷനും അതുപോലെ തന്നെ അർബനൈസേഷനും ഉണ്ടാവാത്തതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ എന്താണ് ഈ പറഞ്ഞ KCF വെച്ച് 8 പ്രശ്നബാധിത മേഖലകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട്. പ്രധാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ചെയർമാനാണ്. KCFൻ്റെ ചെയർമാൻ ആരാണ്? പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ചെയർമാൻ എന്ന് പറയുന്നത്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടറും വൈസ് ചെയർമാനും SCERT ഡയറക്ടർ കൺവീനറുമായിട്ടുള്ള ഒരു സമിതിയാണ്. അത് കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. KCFൻ്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് എൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അസിസ്റ്റൻറ്റ് ഡയറക്ടർ വൈസ് ചെയർമാൻ ആരെന്ന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിട്ടയേർഡ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ വൈസ് ചെയർമാനും, എൻ്റെ കൺവീനർ ആരാണ്? SCERT ഡയറക്ടറാണ് എൻ്റെ കൺവീനർ. ഇത്രയും കാര്യം ഓർത്തിരിക്കുക. ഇത് അത്രയും പഠിച്ചാൽ മതി, വേറെ ഒരു പഠിക്കേണ്ട. ഇനി അടുത്ത പറയാനുള്ളത് ഈ ലാംഗ്വേജ് കരിക്കുലത്തോട് ബന്ധപ്പെട്ട് എന്താണ് KCF പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഓരോ ലെവലായിട്ട് നോക്കാം. പ്രൈമറി ലെവൽ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് സിഗ്നിഫിക്കൻ്റ് അറ്റ് ദിസ് ലെവൽ. ഉദ്ഗ്രഥ സമീപനം എന്താണ്? ഒന്നിൽ കൂടുതൽ വിഷയങ്ങൾ ഒരുമിച്ച് പഠിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണ് 3 ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുട്ടികളെ 3 ആപ്പിൾ എന്ന് പഠിപ്പിക്കുമ്പോൾ 3 ആപ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ് 3 എന്ന നമ്പർ വരുന്നുണ്ട്. ആപ്പിൾ എന്ന് പറയുന്ന പുതിയൊരു വെക്കാബുലറി അവിടെ വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് ഇത് ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ. ഒരുപാടുണ്ട്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് സമീപനമാണ് ഇവിടെ ഇംപ്ലൈ ചെയ്യേണ്ടത്, പ്രൈമറി ലെവലിൽ ഇംപ്ലൈ ചെയ്യേണ്ടത്. പിന്നെന്താണ് സിമ്പിൾ ഡിസ്കോഴ്സസ് ഏതൊക്കെയാണ്? കോൺവെർസേഷൻ, റൈംസ്, സ്റ്റോറി തുടങ്ങിയവയാണ് പ്രൈമറി ലെവലിൽ പഠിപ്പിക്കാൻ ഉപയോഗിക്കേണ്ടത്. 2ാം ക്ലാസ്സിൽ മാത്രമേ കുട്ടികളെ എഴുത്തിലേക്ക് ആരംഭിക്കാൻ പാടുള്ളൂ. ലാംഗ്വേജ് പഠിപ്പിക്കുമ്പോൾ എഴുതുന്ന ആ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എവിടെ സ്റ്റാർട്ട് ചെയ്യണം? 2ാം ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളത് പ്രത്യേകമായി പറയുന്നുണ്ട്. കുട്ടികൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് 1ാം ക്ലാസ്സിൽ ആരംഭിക്കാമെങ്കിലും അത് അമിതഭാരമായി കുട്ടികൾക്ക് തോന്നാത്ത രീതിയിൽ വേണം അത് അവതരിപ്പിക്കാനായിട്ട്. കോഡ് സ്വിച്ചിങ് എന്താണ് പറയുന്നത്? കോഡ് സ്വിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യൂസിങ് മോർ ദാൻ 1 ലാംഗ്വേജിനെ സിംഗിൾ ഇൻ്റർകോഴ്സ് വിത്ത് ആൻ ഇൻറ്റൻഷൻ. ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ ഒരു ഇൻ്റർകോഴ്സ്, ഒരു കോൺവെർസേഷനിൽ ഒന്നിൽ കൂടുതൽ ഭാഷ ഉപയോഗിക്കുന്ന പറഞ്ഞ പേരാണ് കോഡ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ആ കോഡ് സ്വിച്ചിങ് ലോവർ ലെവൽസിൽ എഫക്റ്റീവായി ഉപയോഗിക്കുന്ന ആര് പറയുന്നുണ്ട്? നമ്മുടെ ഈ പറയുന്ന
KCF 2007 കൃത്യമായി പറയുന്നുണ്ട്. അതുപോലെ എന്താണ് ലോവർ പ്രൈമറി ലെവൽ LP ലെവലിൽ എന്ത് ചെയ്യാൻ പാടില്ല, റിട്ടേൺ എക്സാമിനേഷൻസ് ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശിക്കുന്നു. KCF 2007 നിർദ്ദേശിക്കുന്നു. അപ്പർ പ്രൈമറി ലെവലിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്ക് ഹയർ ഡിസ്കോഴ്സസ് ലൈക്ക് സ്റ്റോറി, പോയം, കോൺവെർസേഷൻ, പ്രോബബ്, നോട്ടീസ്, പോസ്റ്റ്, റിപ്പോർട്ട്, ഡയറി തുടങ്ങിയവയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് ആര് പറയുന്നു? KCF 2007 പറയുന്നുണ്ട്. ഇനി അടുത്ത നമ്മൾ KCF 2007 സെക്കൻഡ് ലെവലിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് എന്താണ്, ഡിസ്കോഴ്സുകളുടെ മാറ്റമാണ്. 1 ആക്ട് പ്ലേ, ഓട്ടോബയോഗ്രഫി, ട്രാവലോഗ്സ്, സ്ക്രീൻ പ്ലേ, ബയോഗ്രഫി തുടങ്ങിയവയൊക്കെ എന്ത് ചെയ്യാം, ഈ പറയുന്ന ഹൈസ്കൂളിലേക്ക് അറ്റംപ്റ്റ് ചെയ്യാമെന്ന് ആര് പറയുന്നു? KCF പറയുന്നു. ഹയർ സെക്കൻഡ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാലോ നോവൽസ്, എസ്സേ, സ്ക്രീൻ പ്ലേ, സ്ക്രിപ്റ്റ്, സെമിനാർ കുഡ് ബി ഇൻക്ലൂഡഡ് എലോങ് വിത്ത് ദ ഡിസ്കോഴ്സ് ദാറ്റ് ഓൾറെഡി ഇൻക്ലൂഡ് ഇൻ ദ സെക്കൻഡറി ലെവൽ. അപ്പം വലിയ ഹയർ ഡിസ്കോഴ്സുകൾ ഹയർ സെക്കൻഡ് ലെവൽ ഉപയോഗിക്കാം. മറ്റു പ്രധാനപ്പെട്ട ഒരു നോട്ട് കൃത്യമായി പറയുന്നുണ്ട്. എന്താ പറയുന്നത്, കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് ആൻഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആർ പാർട്ട് ഓഫ് ഹയർ സെക്കൻഡറി സിലബസ്. The communicative aspect of any language is essentiality and both need to be seen as സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. അതായത് കൃത്യമായിട്ട് ഒരു കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജും ലിറ്ററേച്ചറും അത് രണ്ടും സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് പോവുകയും വേണം. കൃത്യമായിട്ട് രണ്ടിനും കൃത്യമായി ആ 2 സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെ ആ 2 അഫിനിറ്റികളും 2 സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യാൻ കൃത്യമായ ഒരു കാഴ്ചപ്പാട് ആര് മുന്നോട്ട് വെക്കണം? ഈ പറഞ്ഞ ഹയർ സെക്കൻഡറി സിലബസ് മുന്നോട്ട് വെക്കണമെന്ന് ആര് പറയുന്നു? KCF 2007 പറയുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ ലാംഗ്വേജ് കരിക്കുലം ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അവിടെ വെക്കുന്നുണ്ട്. ഏതൊക്കെയാണ് പറയുന്നത്? LP ലെവലിൽ പറയുന്നുണ്ട്, UP ലെവലിൽ പറയുന്നുണ്ട്, ഹൈസ്കൂൾ ലെവൽ, ഹയർ സെക്കൻഡറി ലെവൽ കൃത്യമായിട്ട് ആ പോയിന്റുകൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അടുത്തൊരു പോയിന്റിലേക്ക് പോവുകയാണ്. KCF NCF പറഞ്ഞു കഴിഞ്ഞു. അടുത്ത നമ്മൾ പറയേണ്ട ഒരു ടോപ്പിക്ക് ലേണർ ടൈപ്സുകളാണ്. ലേണർ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമ്മൾ ഓരോ കുട്ടികളും ഓരോ തരത്തിലുള്ള സ്പെഷ്യലായിട്ടുള്ള കഴിവുകൾ, വെറൈറ്റി ഓഫ് കഴിവുകളുണ്ട് അല്ലേ. അപ്പോൾ അവർ പഠിക്കാനായിട്ട് അവർ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള, അവർക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് ആപ്റ്റിറ്റ്യൂഡുള്ള, അവർക്ക് ഏറ്റവും കൂടുതൽ ഹാൻഡുള്ള അല്ലെങ്കിൽ ഒരു പ്രൊമിനൻ്റ് ആയ കഴിവുകൾ അവർക്ക് ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്ത് ടൈപ്പ് ഓഫ് ലേണിങ്ങിലാണ് പ്രൊമിനൻസ് ഉള്ളതെന്ന് ബേസ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്. അപ്പോൾ ഏത് ലേണർ ടൈപ്പാണ് ആ കുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ 4 ലേണിംഗ് ടൈപ്പാണ് അങ്ങനെ ഉള്ളത്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് വിഷ്വൽ ലേണിംഗ് ഉണ്ട്, രണ്ടാമത്തെ ഓഡിറ്ററി ലേണിംഗ് ഉണ്ട്, മൂന്നാമത്തെ റീഡ് ആൻഡ് റൈറ്റ് ലേണിംഗ് ഉണ്ട്, നാലാമത്തെ കൈനറ്റിക് ലേണിംഗ് ഉണ്ട്. അതായത് അവർ ഏത് മെത്തേഡിലാണ് പഠിക്കാൻ ലേണിംഗ് പ്രോസസ്സിൽ പ്രൊമിനൻ്റ് എന്നുള്ളതാണ് എന്തിന് അടിസ്ഥാനം? ലേണർ ടൈപ്പിനെ തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇനി വിഷ്വൽ ലേണേഴ്സ്, സ്പാഷ്യൽ ലേണേഴ്സ് എന്ന് പ്രത്യേകം അവർ അറിയപ്പെടാറുണ്ട്. എന്താണ്? അവർക്കൊരു ലേൺ ബൈ സീയിങ് ആൻഡ് വിഷ്വലൈസിങ്. വിഷ്വലൈസിങ്ങിൻ്റെ അല്ലെങ്കിൽ വിഷ്വൽസിന് കൂടെ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരായിരിക്കും അവർ. ദേ യൂസ് വേർഡ്സ് ആൻഡ് ഫ്രേസ് ദാറ്റ് ഇവോക്ക് വിഷ്വൽ ഇമേജ്. അവർ വിഷ്വൽ ഇമേജിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, വിഷ്വലൈസിന് പ്രാധാന്യം കൊടുക്കുക. അവർ പൊതുവെ ഫാസ്റ്റ് ആക്കി വളരെ സ്പീഡിൽ സംസാരിക്കുന്ന, വേഗത്തിൽ സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, മറ്റുള്ള കേൾക്കുന്നതിനെക്കാട്ടി സംസാരിക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് തന്നെ മറ്റുള്ള സംസാരത്തെ അവർ ഇൻറ്ററപ്റ്റ് ചെയ്യാൻ കാര്യമുണ്ട്. കൂടുതലും ഡെമോൺസ്ട്രേഷൻ ടൈപ്പ് ഓഫ് ലേണിംഗ് ആയിരിക്കും അവർ കൂടുതൽ എഫക്റ്റീവായിട്ട് മാറുക. നല്ല പ്രസൻറ്റിങ് മെറ്റീരിയൽസ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, പ്രസൻറ്റിങ് മെറ്റീരിയൽസ് എന്താ പറയുക, വിഷ്വലി പ്ലീസിങ് മെറ്റീരിയൽസ് ഹെൽപ്പ് ദീസ് ലേണേഴ്സ് ടു ലേൺ ഫാസ്റ്റ്. അതായത് വിഷ്വൽ ലേണിംഗ് നമുക്കറിയാം, വിഷ്വൽ എയ്ഡുകളൊക്കെ ഉപയോഗിക്കൊണ്ടുള്ള നല്ല ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ള ടൈപ്പുള്ള ഈ ലേണിംഗ് എയ്ഡുകളാണ് പലപ്പോഴും എന്താണ് ഇവരെ കൂടുതൽ എഫക്റ്റീവ് പഠിപ്പിക്കാൻ പറ്റുക. അതായത് വിഷ്വൽ ഇമേജിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അത്തരം ഇൻപുട്ട് കൊടുക്കുമ്പോൾ മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ലേണേഴ്സിനെ പറയുന്ന പേരാണെന്ന് പറയുക വിഷ്വൽ ലേണേഴ്സ് അല്ലെങ്കിൽ സ്പാഷ്യൽ ലേണേഴ്സ് എന്ന് പറയുന്നത്. ഇനി അത് നമ്മൾ കാഴ്ചയെക്കുറിച്ച് പറഞ്ഞു. അടുത്ത ഓഡിറ്ററി. എന്താണ്? നമുക്ക് ലിസണിങ്ങുമായി ബന്ധപ്പെട്ട ആ ഒരു സ്കില്ലാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ, ലേണിങ്ങിൽ പ്രോസസ്സിൽ മുന്നിൽ നിൽക്കുന്നത് ആ ഒരു സ്കില്ലാണെങ്കിൽ അവർ ഓഡിറ്ററി ലേണേഴ്സ് എന്ന് പറയുന്നുണ്ട്. അവർ ദേ ലൈക്ക് ടു ഹാവ് ടോപ്പിക്സ് എക്സ്പ്ലെയിൻ ടു ദം വെർബലി. അവർ പറഞ്ഞ് കേൾക്കുന്നതാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. അവർ ലീനിയർ മാനറിൽ തിങ്ക് ചെയ്യുക. കാരണം ഇത് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അവിടെ വിഷ്വലിൻ്റെ ഒരു എഫക്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ക്രോണോളജിക്കൽ ഓർഡറിൽ 1 by 1 ആയിട്ട് ലീനിയർ മാനറിൽ കാര്യങ്ങൾ വെർബലി പറഞ്ഞു കൊടുക്കുന്നതാണ് അവർക്ക് കൂടുതൽ താല്പര്യം എന്ന് പറയുന്നത്. ദേ സ്പീക്ക് സ്ലോവലി ആൻഡ് ദെൻ ടു ബി എ നാച്ചുറൽ ലിസൺ. നല്ല ലിസണേഴ്സ് ആയിരിക്കും. വളരെ പതുക്കെ മീൻസ് വളരെ പതുക്കെ ശബ്ദം കുറഞ്ഞ് സംസാരിക്കുന്നുള്ളതല്ല, നമ്മൾ
സ്പീക്കേഴ്സ് പോലെ സംസാരിക്കുന്ന എന്താ പറയുക വിഷ്വൽ ലേണേഴ്സിനെ പോലെ ആയിരിക്കത്തില്ല. വളരെ സ്ലോ ആയിട്ട് സംസാരിക്കുന്നു, വളരെ വേഗത കുറച്ച് സംസാരിക്കും. അതുപോലെ എന്താണ് ഒരു നാച്ചുറൽ ലിസണേഴ്സുമായിരിക്കും. എന്താണ് കോൺവെർസേഷൻ വഴിയൊക്കെ ഉള്ള അല്ലെങ്കിൽ ഓഡിറ്ററി ആയിട്ടുള്ള ഇൻപുട്സിലൂടെയുള്ള ഈ പഠനമാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് ആർക്ക് വരാറുള്ളത്, ഈ ഓഡിറ്ററി ലേണേഴ്സിന് വരുന്നത്. ഈ റീഡ് ആൻഡ് റൈറ്റ് ലേണേഴ്സ്, അതായത് അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, റീഡിങ് ഫോംസാണ് ഇഷ്ടം. റീഡിങ്ങും റൈറ്റിങ്ങും അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. അവർക്ക് എപ്പോഴും ഉണ്ടാവും. നമ്മളിപ്പം പറഞ്ഞല്ലോ വിഷ്വൽ ലേണേഴ്സിന് വിഷ്വൽ ഇമേജസിനെ കൂടുതൽ, അങ്ങനത്തെ വിഷ്വൽ എയ്ഡിൽ കൂടുതൽ പഠനമാണെങ്കിൽ, ഓഡിറ്ററിക്കാണെങ്കിൽ ലിസണിങ് ആണ്, ഒരു വെർബൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ കേൾക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ, ഇവർക്ക് കൂടുതലും എഴുതാനും വായിക്കാനും ടെക്സ്റ്റുകളാണ് അവർക്ക് താല്പര്യം. അത്തരം കണ്ടന്റ് കിട്ടുന്നവർക്ക് ഏറ്റവും നല്ല ഔട്ട്പുട്ട് കിട്ടുന്നത് ടെക്സ്റ്റ് ബേസ്ഡ് ഇൻപുട്ടും ഔട്ട്പുട്ടാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് പറയുന്നത്. സൈലൻറ്റ് റീഡിങ്, ലൗഡ് റീഡിങ്, റീറൈറ്റിംഗ് നോട്ട്സ്, റിപ്പീറ്റഡ് നോട്ട്സ്, ഓർഗനൈസിങ് തിങ്സ് ഇൻ ടു ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രാംസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് അവർക്ക് കുറച്ച് കൂടെ എഫക്റ്റീവായിട്ട് വരും. അതായത് അവർക്ക് എഴുതി പഠിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ടെക്സ്റ്റിൽ നിന്ന് വായിച്ചെടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവരുടെ ലേണിംഗ് പ്രോസസ്സിൽ കൂടെ പ്രൊമിനൻ്റ് ആയിട്ടും അവർ കുറച്ച് എഫക്റ്റീവായിട്ടും വരുന്നത്. അതിനെ പറഞ്ഞപ്പോഴാണ് റീഡ് റൈറ്റ് ലേണേഴ്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം ചോദ്യങ്ങളുണ്ടായിരുന്നു ഈ മേഖലകളിൽ നിന്ന്. കഴിഞ്ഞ HSC പരീക്ഷയ്ക്കും ലേണർ ടൈപ്സ് എന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, കൈനറ്റിക് ലേണേഴ്സ്, ഫൈനൽ ടാക്ടൈൽ ലേണേഴ്സ് എന്നറിയപ്പെടുന്നത്, അതായത് ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ കൈനറ്റിക് പ്രോസസ്സാണ് പ്രാധാന്യം. വിഷ്വൽ പ്രോസസ്സല്ല, ഓഡിറ്ററി പ്രോസസ്സല്ല, റീഡർ റൈറ്റ് പ്രോസസ്സല്ല, മറിച്ച് എന്താണ് ഒരു കൈനറ്റിക് പ്രോസസ്സിനാണ് താല്പര്യം. ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, സൈക്കോമോട്ടർ ഡൊമൈൻ എന്നൊക്കെ പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റീസ്. they learn things through trial and error method. they learn by doing, learning by doing കോൺസെപ്റ്റ് വരുന്നു. പിന്നെന്താണ് അവരുടെ എല്ലാ സെൻസസിനെയും ലേണിങ്ങിനായിട്ട് ഉപയോഗിക്കാറുണ്ട് അവർ. പക്ഷേ പൊതുവേ സ്ലോവസ്റ്റ് ലേണേഴ്സാണ്. ഈ 4 ടൈപ്പ് ഓഫ് ലേണർ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും സ്ലോ റണ്ണേഴ്സായിട്ട് പറയുന്ന ആരാണ്, ഈ പറയുന്ന ഈ കൈനറ്റിക് ലേണേഴ്സാണ്. അങ്ങനെ ട്രെൻഡാണ് പലപ്പോഴും കാണിക്കുന്നത്. ഇപ്പോൾ എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ല, എങ്കിൽ തന്നെയും ഒരു 4 ടൈപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും സ്ലോവസ്റ്റ് ലേണേഴ്സ് കൺസിഡർ ചെയ്യുന്ന ആരെയാണ്, കൈനറ്റിക് ലേണേഴ്സിനെയാണ്. പക്ഷേ അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വൺസ് അവർക്കൊരു ഫിസിക്കൽ കോണ്ടാക്ട് അല്ലെങ്കിൽ അവർക്കൊരു സെൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ആ ഒരു പഠിപ്പിക്കുന്ന കോൺസെപ്റ്റ് സെൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഏതെങ്കിലും ഒരു കൈനറ്റിക് ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു നമുക്ക് കാര്യം പ്രാക്ടിക്കലി മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവർ വളരെ എഫക്റ്റീവായിട്ട് മനസ്സിലാക്കുന്ന കുട്ടികളായിരിക്കും. ഇത്തരം ആൾക്കാരെ കൂടുന്ന സ്പോർട്സിന്, കൾച്ചറൽ ആക്ടിവിറ്റീസ്, ഡാൻസിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് ലേണിംഗ് ത്രൂ ഗെയിംസ്, ലേണിംഗ് ത്രൂ ആക്ടിവിറ്റീസൊക്കെയാണ് പലപ്പോഴും ഇവർക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് വരിക എന്ന് പറയുന്നത്. അപ്പോൾ ലേണർ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി പഠിക്കുന്നതിനകത്ത് അവരുടെ ഏത് മേഖലയിലാണ് അവർക്ക് ആ ഒരു പഠനത്തിൽ കൂടുതൽ പ്രൊമിനൻസ് കിട്ടുക എന്നുള്ളതാണ്. ഏത് രീതിയിലുള്ള പഠനത്തിലാണ് പ്രൊമിനൻസ് കിട്ടുക എന്നനുസരിച്ചാണ് കുട്ടികളെ ഓഡിറ്ററി, വിഷ്വൽ, റീഡ് റൈറ്റ് ആൻഡ് കൈനറ്റിക് എന്നതിൽ 4 തിരിച്ചിട്ടുണ്ട്. വിഷ്വൽ ഇമേജസ്, വിഷ്വൽ എയ്ഡാണ് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നതെങ്കിൽ അത് വിഷ്വൽ അല്ലെങ്കിൽ സ്പാഷ്യൽ ലേണേഴ്സ്. ഇനി ലിസണിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്ന ടൈപ്പാണെങ്കിൽ ഓഡിറ്ററി ലേണേഴ്സ്. ഇനി അതല്ല അവർക്ക് എഴുതാനും പ്രിൻ്റഡ് ടെക്സ്റ്റ് പോലെ മെറ്റീരിയൽസാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അവർക്ക് റീഡ് ആൻഡ് റൈറ്റ് ലേണേഴ്സ്. ഒപ്പം ഒരു കൈനറ്റിക്, സൈക്കോമോട്ടർ ഫിസിക്കൽ ആക്ടിവിറ്റീസാണ് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന കോൺസെപ്റ്റിലാണ് നിൽക്കുന്നതെങ്കിൽ അവർ കൈനറ്റിക് ലേണേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടൻറ്റോടുകൂടി നമ്മൾ മൊഡ്യൂൾ 8 ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഒരു യൂണിറ്റാണ് നമ്മൾ കടന്നു പോയിരിക്കുക. അപ്പോൾ നന്നായിട്ട് ഇത് പ്രിപ്പയർ ചെയ്യുക. എളുപ്പത്തിൽ ഓർത്തിരിക്കുകയാണ്. കുറച്ച് പോയിന്റുകൾ മാത്രമുള്ള യൂണിറ്റാണ്. നോട്ട്സിൻ്റെ വലിപ്പം കൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നോട്ട്സ് എന്ന് പറയാൻ പറഞ്ഞാൽ വീണ്ടും പറയുന്നു, ഇത് റെഫറൻസ് പർപ്പസ് ആണ് നോട്ട്സാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ഓവർ ബോധേഡ് ആവേണ്ട. ഞാൻ ആദ്യം നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ കൃത്യമായ ലെക്ചർ നോട്ട്സ് അത് തയ്യാറാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു മെറ്റീരിയൽ തയ്യാറാക്കുക ആദ്യഘട്ടത്തിൽ. അതാണ് നമ്മുടെ പരീക്ഷയുടെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.